ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പലവക അൺലിമിറ്റഡ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളുടെ വിവരശേഖരണം ഓൺലൈനായി കേരള സർക്കാരും നോർക്കയുമായി ചേർന്ന് ആരംഭിച്ചിരിക്കുന്നു. ഇതിലെങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നമുക്കൊരുമിച്ച് നോക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെ വിവരശേഖരണത്തിന് വേണ്ടി മാത്രമാണ്. www.registernorcaroutes.org എന്ന ലിങ്കിലൂടെ നമുക്കിതിൻ്റെ ഹോം പേജിൽ എത്താം. ഹോം പേജിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും ഡിസ്ക്ലെയിമർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിത് വായിച്ച ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഹോം പേജിൻ്റെ മുകളിൽ രജിസ്റ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന പേജിൽ നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാം. ആദ്യം നിങ്ങളുടെ പേര് പാസ്പോർട്ടിലുള്ള പോലെ എൻ്റർ ചെയ്യുക. പിന്നെ വയസ്സ്, സ്ത്രീയാണോ പുരുഷനാണോ, നിങ്ങളുടെ ജനന തീയതി, പാസ്പോർട്ട് നമ്പർ, റിസൈഡിങ് കൺട്രി, ഇപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണോ നിൽക്കുന്നത് രാജ്യത്തിൻ്റെ പേര്, പിന്നെ നിങ്ങളുടെ കേരളത്തിലുള്ള മേൽവിലാസം, നിങ്ങളുടെ ജില്ല, പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റി ആണോ കോർപ്പറേഷൻ ആണോ അതിൻ്റെ പേര്, കേരളത്തിലെ പ്രസൻറ്റ് അഡ്രസ്സ്, നിങ്ങളുടെ ഇമെയിൽ ID, ഫോൺ നമ്പർ, കൺട്രി കോഡ് ഉൾപ്പെടെ കൊടുക്കുക. ഇനി നിങ്ങളുടെ വാട്സപ്പ് നമ്പർ. ഇത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് അടിച്ച് അടുത്ത പേജിലോട്ട് പോകാം. ഇവിടെ ആദ്യം എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യാം. അടുത്തത് വിസ ടൈപ്പാണ്, അതിൽ ഓപ്ഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അതനുസരിച്ച് ചെയ്യാം. ഇനി വിസ കാലാവധി കൊടുക്കാം. ഇനി തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്ന കാരണം, ഇതിൽ ഈ ഓപ്ഷനിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാരണമില്ലെങ്കിൽ അതർ റീസൺസ് കൊടുക്കാം. അടുത്തത് കോവിഡ്-19 നിങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നതാണ്. അത് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. യെസ് ആണെങ്കിൽ ടെസ്റ്റ് ചെയ്ത ഡേറ്റ്, ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും അതിൻ്റെ റിസൾട്ട് ഡോക്യുമെൻ്റ് ഫോട്ടോ ആയോ ഡോക്യുമെൻ്റ് ആയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഫയൽ സൈസ് 1 MB കൂടരുത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ അതവിടെ എൻ്റർ ചെയ്യാം. പിന്നെ നിങ്ങൾ അവിടുന്ന് വരാൻ ഉദ്ദേശിക്കുന്ന എയർപോർട്ട് നെയിം, കേരളത്തിലെ എയർപോർട്ട് നെയിം, യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഡേറ്റ്, നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന എയർലൈൻ, ഹോം ക്വാറൻറ്റൈൻ ആക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ അറ്റാച്ച് ബാത്റൂം ഫെസിലിറ്റി ഉള്ള റൂമുണ്ടോ? യെസ് ഓർ നോ കൊടുത്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്ത പേജിൽ സമ്മറിയാണ്. ഈ സമ്മറി നന്നായി ചെക്ക് ചെയ്ത ശേഷം തിരുത്തലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രീവിയസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് തിരുത്തുക. ഇല്ലെങ്കിൽ സബ്മിറ്റ് ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും പെട്ടെന്ന് ഷെയർ ചെയ്യുക. കൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് സ്നേഹ സൈനിങ് ഓഫ്.